വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്യാസ് ലോസ് കണ്ടു. ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മാസ്, ഇവരുടെ റിലേഷൻസ് ആണ് ഗ്യാസ് ലോസിലൂടെ നമ്മൾ പഠിച്ചത്. ലാസ്റ്റ് കണ്ട അവഗാഡ്രോസ് ലോ പ്രകാരം നമ്മൾ വോളിയം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. സോ ആ ചാപ്റ്ററിൻ്റെ ബാക്കി നോക്കാം. ഹൗ ഈസ് ദ നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റഡ്? ചെറിയ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് ആറ്റംസ്, മോളിക്യൂൾസ്, ഇവരുടെ എണ്ണം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അക്കോർഡിംഗ് ടു അവഗാഡ്രോസ് ലോ, when the temperature and pressure remains constant, on which factor does the volume of gas depend? ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. Number of particles. You know that the size of a molecule is very small. If so, how can we determine the number of molecules in a substance accurately? ജെന്യുവൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മോളിക്യൂൾസിൻ്റെ സൈസ് വളരെ ചെറുതാണ്. നമ്മുടെ ഐസ് ഉപയോഗിച്ചോ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചോ സാധാരണ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചോ മോളിക്യൂൾസിനെ കാണാൻ പറ്റില്ല. സോ ദെൻ ഹൗ ക്യാൻ വി കൗണ്ട് ദ മോളിക്യൂൾസ്? നമുക്ക് അത്ര ചെറിയ സാധനത്തിനെ നമുക്ക് എങ്ങനെ എണ്ണാൻ പറ്റും? എങ്ങനെയാണ് എണ്ണാവുന്നത് നോക്കാം. എക്സാമ്പിൾ, ഹൗ മെനി പീപ്പിൾ ആൻഡ് ഹൗ മച്ച് ടൈം ആർ നീഡഡ് ഫോർ കൗണ്ടിങ് ദ സെയിം ടൈപ്പ് ഓഫ് കോയിൻസ് ഇൻ എ ബാങ്ക്? ഓർ ലൈക്ക് ഫോർ എക്സാമ്പിൾ, imagine how much time is needed for counting the coins worth 10 lakhs. 10 ലക്ഷം രൂപയുടെ കോയിൻസ്, ഇപ്പോൾ 1 രൂപയുടെ കോയിൻ ആയിക്കോട്ടെ, 5 രൂപയുടെ കോയിൻ്റെ ബണ്ടിൽസ് ആണെന്ന് കരുതുക. 10 ലക്ഷം രൂപയുടെ കോയിൻ എണ്ണാൻ എത്ര സമയം എടുക്കും? ഇറ്റ് ടേക്ക് സോ മെനി ടൈംസ് അല്ലേ? 1 രൂപയുടെ കോയിൻ ആണെങ്കിൽ 10 ലക്ഷം കോയിനുകൾ ഉണ്ടാവും. അത്രയും കോയിനുകൾ എണ്ണി തിട്ടപ്പെടുത്തി റെഡിയാക്കാൻ പറ്റാൻ കുറേ ടൈം എടുക്കും. കുറേ ആൾക്കാരും വേണ്ടി വരും. എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടോ? ഇഫ് ദ മാസ് ഓഫ് എ കോയിൻ ഈസ് 5 gram, then what will be the mass of 1000 coins? ഒരു കോയിൻ്റെ മാസ് 5 gram ആണെങ്കിൽ 1000 കോയിൻസിൻ്റെ മാസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 1000 into 5, we get 5000 or 5 kg. If the mass of a coin in a bag is 50,000 grams, then how many coins will be there? സിമ്പിൾ ആണ്. ഒരു കോയിൻ്റെ മാസ് 5 ആണെന്ന് തന്നു. സോ 50,000 divided by 5, then we get 10,000 കോയിൻസ് ആണ്. അപ്പോൾ മാസ് അറിയാമെങ്കിലും ഒരു ഇൻഡിവിജ്വൽ കോയിൻ്റെ വെയിറ്റ് അറിയാമെങ്കിലും നമുക്ക് നമ്പർ ഓഫ് കോയിൻസ് കണ്ടുപിടിക്കാം. ലൈക്ക് ദിസ് we can calculate the number of coins on the basis of mass. Currently, is there any relation between the mass and the number if the particles are of the same mass? റിലേഷൻ ഉണ്ടല്ലേ? എന്താണ്? ഒരേപോലുള്ള, അതായത് ഒരേ മാസ്സുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഒരു ബണ്ടിലിനകത്ത് എണ്ണം കിട്ടിയാൽ മതി. എണ്ണം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ഇൻഡിവിജ്വലിൻ്റെ മാസ്. സിമ്പിളാണ്. ഇഫ് ദ പാർട്ടിക്കിൾസ് ഹാവിങ് സെയിം സൈസ് ആൻഡ് മാസ്, ഈവൻ ദോ ദേ ആർ in crores, we can determine their accurate number on the basis of mass. എക്സാമ്പിൾ, നമ്മുടെ ഒരു പേപ്പറിൻ്റെ ബണ്ടിൽ, ഒരു A4ൻ്റെ മാസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ബണ്ടിൽ ഓഫ് A4നകത്ത് ഒരു പെർട്ടിക്കുലർ നമ്പർ ഉണ്ടാകും. 500ൻ്റെ സ്റ്റാക്ക് ഉണ്ട്, 200ൻ്റെ ബണ്ടിലൊക്കെ ഉണ്ടാവും. ആ ബണ്ടിൽ ടോട്ടൽ വെയിറ്റ് ചെയ്യുക, അതിനകത്ത് നമ്പർ എഴുതിയിട്ടുണ്ടാവും, ഡിവൈഡ് ബൈ നമ്പർ ചെയ്താൽ നമുക്ക് ഒരു A4ൻ്റെ മാസ് കണ്ടുപിടിക്കാം. സിമ്പിളാണ്. അതേപോലെ തന്നെയാണ് കോയിൻസിനെ കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ആറ്റംസിനെ കണ്ടുപിടിക്കാൻ പോകണം. റിലേറ്റീവ് അറ്റോമിക് മാസ്. Look at the atomic mass of certain element. ഹൈഡ്രജൻ, ഹീലിയം ആൻഡ് സോഡിയം. ഹൈഡ്രജൻ്റെ മാസ് 1 ആണ്, ഹീലിയത്തിൻ്റെ മാസ് 4 ആണ്, സോഡിയത്തിൻ്റെ മാസ് 23 ആണ്. ഇറ്റ്സ് നോട്ട് ഗിവൺ ഇൻ ഗ്രാം, കിലോഗ്രാം ഒന്നുമില്ല പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് 1, 4, 23 ഹോൾ നമ്പേഴ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. ദ നമ്പേഴ്സ് ഗിവൺ above ആർ നോട്ട് റിയൽ മാസ് ഓഫ് ആറ്റംസ്. ഇവർ ശരിക്കും ആറ്റത്തിൻ്റെ മാസല്ല. വാട്ട് മേ ബി ദ മെത്തേഡ് ഓഫ് സ്റ്റേറ്റിംഗ് ദ മാസ് ഓഫ് ആറ്റം? ഇങ്ങനെ മാസുകളെ സ്റ്റേറ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് അറ്റോമിക് മാസ് ഓഫ് ഹീലിയം ഈസ് 4? ഈ അറ്റോമിക് മാസ് ഓഫ് ഹീലിയം 4 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പോൾ അറ്റോമിക് മാസ് ഓഫ് സോഡിയം 23, ഇപ്പോൾ 23 gram ആണ് എന്ന് നമ്മൾ വിചാരിച്ചു എന്ന് കരുതിയിട്ട് ഒരു സോഡിയം ആറ്റത്തിൻ്റെ വെയിറ്റ് 23 grams ഉണ്ടാവുമോ? ഇല്ല. നമുക്കറിയാം 23 grams എന്ന് പറഞ്ഞാൽ വളരെ വലിയ മാസുള്ള ഒരു സാധനമാണ്. ഒരു ആറ്റത്തിന് 23 gram എന്ന് പറഞ്ഞാൽ വളരെ വലിയ മാസായി. കാരണം ആറ്റം അത്രയും ചെറിയ സാധനമാണ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ആക്യുറേറ്റ് മാസ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ത്രൂ മോഡേൺ ടെക്നിക്സ്. ഫോർ എക്സാമ്പിൾ, ദ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് 1.67 into 10⁻⁻24 gram. ഒരു ഹൈഡ്രജൻ്റെ ആറ്റത്തിൻ്റെ മാസ് അറിയാം. എത്രയാണ്? 1.67 into 10⁻24 gram. വളരെ ചെറിയ മാസാണ്. കാരണം 1 ഇട്ടിട്ട് അതിൻ്റെ പുറകിൽ 23 പൂജ്യമുണ്ട്. 23 സീറോസിന് ശേഷമാണ് 1 വരുന്നത്. സോ അത്രയും ചെറിയ മാസാണ്.
ബട്ട് ഇൻ പ്രാക്ടീസ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് റിലേറ്റീവ് മാസ്. നമ്മൾ മറ്റൊരു വസ്തുവിൻ്റെ മാസ്, അതായത് റിലേറ്റീവ്, ആപേക്ഷിതമായിട്ടാണ് നമ്മൾ മാസ് പറയാൻ പോകുന്നത്. In this method, the mass of an atom is compared to the mass of another atom and expressed as a number which shows how many times it is heavier than that of other atom. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യും. എങ്ങനെയാണ്? മാസ്, ഒരു ആറ്റത്തിൻ്റെ മാസ് വെച്ച് കമ്പയർ ചെയ്യും. ഈ ആറ്റത്തിനേക്കാളും എത്ര മടങ്ങ്, ഹൗ മെനി ടൈംസ് ഹെവിയർ, അങ്ങനെയാണ് നമ്മൾ ആറ്റത്തിൻ്റെ മാസ് പറയുന്നത്. The atomic mass of elements are expressed by considering 1/12th mass of an atom of carbon 12 as 1 unit. അപ്പോൾ കാർബൺ 12, അതായത് കാർബൺ ആറ്റത്തിൻ്റെ മാസാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് കാർബൺ എടുത്തത്, ഹൈഡ്രജൻ എടുത്തുകൂടായിരുന്നു എന്ന് ഡൗട്ട് ചോദിക്കും. കാർബൺ നമ്മുടെ യൂണിവേഴ്സിൽ വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് കാർബൺ. കുറേ കോമ്പൗണ്ട്സ് ഉണ്ട്. പിന്നെ കാർബണിൻ്റെ ഐസോടോപ്പ് കാർബൺ 14 ഉണ്ട്. പക്ഷെ അത് വളരെ റെയർ ആണ്. അത് നമ്മൾ ഫോസിൽസിൻ്റെ ഡേറ്റിംഗ്, കാർബൺ ഡേറ്റിങ്ങിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ അളവിലെ കാർബൺ 14 ഉള്ളൂ. കാർബൺ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ 12 ആയിട്ടാണ്. ഐസോടോപ്പ് ഉണ്ടെങ്കിലും ഐസോടോപ്പിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. പിന്നെ മറ്റൊരു കാര്യം, കാർബണിലാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും ഒരേ റേഷ്യോയിലുള്ളത്. 6 ഇലക്ട്രോൺസ്, 6 പ്രോട്ടോൺസ് ആൻഡ് 6 ന്യൂട്രോൺസ്. സോ അവരുടെ മാസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഹോൾ നമ്പറിനോട് ഈക്വൽ ആണ് കാർബൺ നമ്പേഴ്സ്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ കാർബണിൻ്റെ വെയിറ്റ് വെച്ചിട്ട് എടുക്കുന്നത്. സോ 1/12th മാസ് ഓഫ് എ കാർബൺ ആറ്റം ആണ് 1 യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. When average atomic masses of element are calculated taking into account the different isotopes of elements, the atomic mass of elements may have fractional values. However, for practical purposes and calculations, most of these values are taken as whole numbers. Number of atoms. See the chemical equation given for the reaction of burning of carbon in oxygen to form carbon dioxide. Carbon combines with oxygen to form carbon dioxide. ഇവിടെ നോക്കുകയാണെങ്കിൽ 1 atom of carbon combines with 2 atoms of oxygen gives 1 molecule of carbon dioxide. How many oxygen atoms combine with 1 carbon atom? എത്ര oxygen atoms? 2. How many oxygen atoms combine with 1000 carbon atoms? 1000 carbon atomത്തിനോട് എത്ര oxygen atom combine ചെയ്യും? Into 2. ഒരു കാർബൺ ആറ്റത്തിനോട് 2 ആണ്. സോ 1000 കാർബൺ ആറ്റത്തിനോട് 2000 oxygen atoms combine ചെയ്തിട്ടുണ്ടാവും. Likewise, new substances are formed by combination of crores of atoms. If so, how can we calculate the accurate number of atoms? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മില്യൺസ് ആൻഡ് ക്രോർസ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും, അവരിൽ എങ്ങനെയാണ് ആറ്റത്തിൻ്റെ നമ്പർ കണ്ടുപിടിക്കുക? Haven't you understood that? If the particles are of same mass, it is possible to find out the number of particles. അപ്പോൾ സെയിം മാസ് ആണെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും. On the basis of mass of carbon and oxygen, the number of atoms are scientifically found out and are given in the table. അപ്പോൾ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസിൻ്റെ ബേസിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസും നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസും തന്നിട്ടുണ്ട്. നോക്കാം. എലമെൻറ്റ് കാർബൺ, മാസ് ടേക്കൺ 12 ഗ്രാം. 12 ഗ്രാം കാർബൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ 12 ഗ്രാം കാർബൺ, അതായത് ഒരു കാർബൺ ആറ്റം 12 ഗ്രാം അല്ല, 12 ഗ്രാം കാർബൺ ആറ്റം എടുത്തിട്ടുണ്ട്. സോ 12 ഗ്രാം കാർബൺ ആറ്റം ആകണമെങ്കിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് എടുത്തിട്ടുണ്ട്? 6.022 into 10⁻23 കാർബൺ ആറ്റംസ്. 6.022 into 10⁻23, അതായത് 6ന് ശേഷം 23 പൂജ്യങ്ങളുണ്ട്. സോ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് നമ്പർ. 6 ഹെക്സില്യൺ ക്രോർസ് ആണ്. ഇറ്റ് വിൽ ബി എ ഹ്യൂജ് നമ്പർ. അത്രയും വലിയൊരു നമ്പറാണ്. സോ അത്രയും കാർബൺ ആറ്റംസ് എടുത്തു കഴിഞ്ഞിട്ടാണ് ഇത് നമുക്ക് 12 ഗ്രാം കിട്ടിയത്. സോ ഒരാറ്റത്തിൻ്റെ മാസ് വളരെ ചെറുതായിരിക്കണം അല്ലേ? ഓക്സിജൻ 16 ഗ്രാം ആണ്. ഒരാറ്റം അല്ല, 16 ഗ്രാം ഓക്സിജൻ. കുറേ ആറ്റംസ് എടുത്തിട്ടുണ്ട്. എത്ര ആറ്റംസ് എടുത്തിട്ടുണ്ട്? 6.022 into 10⁻23 ഓക്സിജൻ ആറ്റം. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആണ്, പക്ഷെ മാസ് ഡിഫറെൻ്റ് ആണല്ലേ? ഹൗ മെനി ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ 12 ഗ്രാം കാർബൺ ആറ്റം? 12 ഗ്രാം കാർബൺ ആറ്റത്തിൽ എത്ര ആറ്റംസ് ഉണ്ട്? 6.022 into 10⁻23 carbon atoms. A carbon atom combines with 2 oxygen atoms. If so, how many oxygen atoms are needed for combining with 6.022 into 10⁻23 carbon atoms? എങ്കിൽ ഇത്ര നമ്പർ, അതായത് 6.02 into 10⁻23 കാർബൺ ആറ്റം ആയിട്ട് കമ്പൈൻ ചെയ്യണമെങ്കിൽ എത്ര ഓക്സിജൻ ആറ്റം വേണം? ഓരോ കാർബണിനോട് 2 ഓക്സിജൻ വേണമെങ്കിൽ ഇത്രയും നമ്പർ കാർബൺ ആറ്റത്തിനോട് എത്ര വേണ്ടി വരും? ഇൻറ്റു 2. So the answer will be 2 into 6.022 into 10⁻23 oxygen atoms വേണ്ടി വരും. What will the mass of these atoms? ഇത്രയും ആറ്റത്തിൻ്റെ മാസ് എന്തായിരിക്കും? 0.022 into 10⁻23 ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് 16 ആണ്. സോ ഇവിടെ എത്ര ആറ്റംസ് ഉണ്ട്? ഇൻറ്റു 2 അല്ലേ? സോ വി ഗെറ്റ്
32 എന്താണ് 32 ഗ്രാംസ്. അതായത് 12 ഗ്രാം കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ അവിടെ 32 ഗ്രാം ഓക്സിജൻ ആറ്റം വേണം. Likewise, based on the mass, the number of particles taking part in a chemical reaction can be calculated. So ഇവിടെ എത്ര ആറ്റംസ്, എത്ര പാർട്ടിക്കിൾസ് കെമിക്കൽ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്തിട്ടുണ്ട്? 12 ഗ്രാം കാർബണോട് 32 ഗ്രാം ഓക്സിജൻ കമ്പൈൻ ചെയ്തെങ്കിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? സോ വി ക്യാൻ സേ ഒരു കാർബൺ ആറ്റം പ്ലസ് 2 ഓക്സിജൻ ആറ്റം. അവിടെ എത്ര ആറ്റംസ് ഉണ്ട്? 3 ആറ്റം ഉണ്ട് ഒരു മോളിക്യൂളിൽ. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയുണ്ടാകും? ഇവിടെ എത്ര കാർബൺ ആറ്റം എടുത്തിട്ടുണ്ട്? 6.022 into 10 raised to 23 പ്ലസ് എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും ടോട്ടലി? 2 into 6.022 into 10 raised to 23. സോ ടോട്ടൽ എന്ത് കിട്ടും? വി ഗെറ്റ് 3 into 6.022 into 10 raised to 23. അതായത് 3 into 6.022 into 10 raised to 23 ആറ്റംസ് ഉണ്ടാവും ഇവിടെ. ശരിയല്ലേ? ഗ്രാം അറ്റോമിക് മാസ്. The atomic mass of carbon is 12 and that of oxygen is 16. Carbon atomic mass 12 ആണ്, oxygen atomic mass 16 ആണ്. Each element is taken with a mass in grams equal to their atomic masses. Statement നോക്കുക. Each element is taken with mass in grams equal to their atomic mass. ഇവരുടെ atomic mass 12 ആണ്. ഈ 12 ഗ്രാം, അതായത് അറ്റോമിക് മാസ് ഗ്രാമിലേക്ക് പറഞ്ഞാൽ 12 ഗ്രാം. അത്രയും ഗ്രാം, അത്രയും വെയിറ്റിലേക്ക് എന്താണ് അത്രയും എലമെൻറ്റ്സ് നമ്മൾ ഒരുമിച്ചെടുത്തിരിക്കുന്നത്. അറ്റോമിക് മാസ് 12 ആണ്. 12 ഗ്രാം എലമെൻറ്റ്സ് എടുത്തിരിക്കുകയാണെങ്കിൽ, 12 ഗ്രാംസ് എടുത്തിരിക്കുകയാണെങ്കിൽ the number of atoms present in them are found to be equal. എത്രയാണ്? അറ്റോമിക് മാസ്. ഓക്സിജൻ 12 ആണ്. 12 ഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 6.02 10 raised to 23 ആറ്റംസ് ഉണ്ടാവും. ഓക്സിജൻ 16 ആണ്. 16 ഗ്രാം ഓക്സിജൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 6.022 10 raised to 23 ആറ്റംസ് ഉണ്ടാവും. 12 gram carbon is known as 1 gram atomic mass of carbon or 1 GAM. Likewise, 16 grams of oxygen is called 1 gram atomic mass of oxygen. 12 gram carbon എന്ന് വെച്ചാൽ 1 GAM ആണ്. or 16 gram oxygen എന്ന് വെച്ചാൽ 1 GAM of oxygen. Gram atomic mass of oxygen. Then what is gram atomic mass? The mass of an element in grams equal to its atomic mass is called 1 gram atomic mass or 1 GAM of the element. This may also be shortened as 1 gram atom. So what is 1 gram atomic mass? എന്താണ്? അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് ആണ്. അറ്റോമിക് മാസ് 12 ആണ്. അത് നമ്മൾ ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്താൽ 12 ഗ്രാം എന്ന് പറയും. അതാണ് ഗ്രാം അറ്റോമിക് മാസ്. എങ്ങനെയാണ് ഈ 12നെ 12 ഗ്രാം ആക്കിയത്? വി ടേക്ക് 6.022 into 10 raised to 23 ആറ്റംസ് എടുത്ത് കഴിയുമ്പോഴേ ഇത്ര മാസ് കിട്ടുള്ളൂ. ഓക്സിജൻ 16 ആണ്. ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? 16 ഗ്രാം ആണ്. എത്ര ഓക്സിജൻ ആറ്റം വേണം? 6.022 into 10 raised to 23 ആറ്റംസ് വേണം. സോ ഈ കൺസെപ്റ്റ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണിത് വരുന്നതെന്ന്. എക്സാമ്പിൾസ് നോക്കാം. കാർബൺ അറ്റോമിക് മാസ് 12 ആണ്. മാസ് ഇൻ ഗ്രാം 12 ആണ്. ഗ്രാം അറ്റോമിക് മാസ് എത്ര ഉണ്ട്? 1 ഗ്രാം അറ്റോമിക് മാസ് or 1 GAM. Number of atoms will be 6.022 into 10 raised to 23. Oxygen atomic mass 16 ആണ്. Mass in gram 16 gram. Then how many GAM? 1 GAM. Number of atoms 6.022 into 10 raised to 23. Nitrogen atomic mass is 14. So what will be the mass in grams? 1 GAM ആണ്. So mass in gram will be 14 gram. 1 GAM. Number of atoms will be 6.022 into 10 raised to 23. 1 GAM ആണ്. Chlorine. Spelling mistake ആണ്. Chlorine 35.5 ആണ് atomic mass. Mass in gram will be 35.5 gram. എങ്ങനെ പറയാൻ പറ്റി? ബിക്കോസ് നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 6.022 into 10 raised to 23 ആണ്. സോ അത്രയും ആറ്റംസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് എന്തായിരിക്കും? അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് ആണ്. സോ വാട്ട് ഈസ് ദാറ്റ് കോൾഡ്? 1 GAM. 1 GAM carbon is 12 gram carbon is in it. We can also see that the number of atoms present in it is 6.022 into 10 raised to 23. When we take 1 GAM of any other element, the number of atoms will be equal. So 1 GAM of any element, ഏത് എലമെൻ്റ് ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, കാർബൺ ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, ഹീലിയം ആയിക്കോട്ടെ, ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഇവർ ആരെടുത്താലും 1 GAM എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് സംഖ്യയാണ്. എത്രയാണ്? 6.022 into 10 raised to 23 എന്ന് പറയുന്ന നമ്പറാണ്.
1 gram atomic mass of any element contains 6.022 into 10 raised to 23 atoms. This number is known as Avogadro number, and this is indicated as Na. Avogadro number എന്നാണ് ഈ നമ്പറിനെ വിളിക്കുന്നത്, indicated as Na. 1 GAM of sodium means 23 gram. This contains 6.022 into 10 raised to 23 atoms. If so, how many GAM will be there in 46 gram sodium? What about the number of atoms in it? So, രണ്ട് questions ഉണ്ട്. 23 gram sodium ആണ് 1 GAM എന്നറിയാം. സോ 46 gram ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ എത്ര GAM ഉണ്ടാവും? പിന്നെയോ എത്ര ആറ്റംസ് ഉണ്ടാവും? 1 GAM ആണെങ്കിൽ അവഗാഡ്രോ നമ്പർ എന്നറിയാം. ഇവിടെ GAM മാറിയോ? 1 GAM ആണോ? അല്ല. എത്ര GAM ഉണ്ടാവും? 46 gram സോഡിയം. നമുക്കറിയാം തന്നിരിക്കുന്ന മാസ് 46 ആണ്. 1 GAM എത്രയാണ്? 23 ആണ്. സോ വി ഗെറ്റ് 2 GAM, 2 gram atomic mass എന്നുണ്ട്. എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു? നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് ഇസ് ഈക്വൽ ടു given mass divided by GAM or given mass in grams divided by GAM of element. എത്ര ഗ്രാം അറ്റോമിക് മാസുകൾ ഉണ്ടെന്ന്, ഒരു എലമെന്റിന് എത്ര ഗ്രാം അറ്റോമിക് മാസ് GAM ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് മാസ് ഇൻ ഗ്രാംസ് divided by GAM of elements. അപ്പോൾ നമുക്ക് കിട്ടി 2. It contains 2 into 6.02 into 10 raised to 23 atom. അങ്ങനെയാണ് 1 GAMൽ 6.02 into 10 raised to 23 atoms ഉണ്ട്. സോ 2 GAMൽ എത്രയായിരിക്കും? 2 into 6.02 into 10 raised to 23. If so, how many GAM is present in 69 gram of sodium? How many atoms are present in it? So എന്താണ് ഇക്വേഷൻ? given mass എത്രയാണ്? 69. 1 GAM എത്രയാണ്? 23. 69 divided by 23 എന്താണ്? We get 3. 3 GAM ആണ്. 3 GAM ആണ്. ഇവിടെ നമ്പർ ഓഫ് GAM കിട്ടി. എത്ര ആറ്റംസ് ഉണ്ടാവും? ഇറ്റ് വിൽ ബി 3 into Avogadro number. 3 into 6.022 into 10 raised to 23 or 3 into Avogadro number. How many GAMs are present in each samples given below? So, കണ്ടുപിടിക്കണം എത്ര GAMs ഉണ്ടെന്ന്. Calculate the number of atoms present in each of the samples. Atomic mass is given nitrogen 14, oxygen 16. Mass in grams given by mass in grams is 42 divided by 1 GAM. 1 GAM എത്രയായിരിക്കും? 14. Then we get 3 GAM. എത്ര ആറ്റംസ് ഉണ്ടാവും? We get 3 into 6.022 into 10 raised to 23, or we can say 3 into Avogadro number 6.022 into 10 raised to 23. 80 gram of oxygen, similar manner. Given mass is 80. 1 GAM എത്രയാണ്? 16 ആണ്. So we get 80 divided by 16 is equal to 5. 5 എന്താണ്? 5 GAMs ആണ്. 5 gram atomic masses ആണ്. എത്ര ആറ്റംസ് ആണ്? 5 into Avogadro number. സോ മാസ് തന്നിട്ടുണ്ടെങ്കിൽ GAM എത്ര ഉണ്ടെന്നും നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലായി. Then 1 mole atom. What do you mean by 1 mole atom? We know that 1 gram hydrogen means 1 GAM hydrogen. 1 gram hydrogen means 1 GAM hydrogen. And it contains 6.022 into 10 raised to 23 atoms. This is known as 1 mole of hydrogen atoms. So what do you mean by 1 mole of hydrogen atoms? It contains 1 GAM hydrogen and have 6.022 into 10 raised to 23 number of atoms. Similarly, 12 gram carbon equal to 1 GAM carbon or 6.022 into 10 raised to 23 carbon atoms, or we can say 1 mole carbon atom. ഒരു mole carbon atom. 14 gram nitrogen is equal to 1 GAM nitrogen, 6.022 into 10 raised to 23 nitrogen atoms equal to 1 mole nitrogen atom. So ഈ 1 mole എന്ന് പറയുന്നത് എന്താണ്? ഡസൺ പോലെ തന്നെ ഇത്രയും നമ്പറുകളുടെ കളക്ഷനെയാണ് നമ്മൾ 1 mole എന്ന് പറയുന്നത്. അവഗാഡ്രോ നമ്പർ പറഞ്ഞ പോലെ തന്നെ 1 mole. അവഗാഡ്രോ നമ്പർ ഒരു നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്തു. 1 mole എന്താണ്? ആ നമ്പറിന്റെ കൗണ്ട് പറയാണ്. 1 mole എന്ന് വെച്ചാൽ ഇനി എത്രയാണ്? 6.022 into 10 raised to 23. ആ നമ്പറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്. So 1 mole of atom means 6.022 into 10 raised to 23 atoms. 1 mole of paper എന്ന് വെച്ചാൽ എന്തായിരിക്കും? 6.022 into 10 raised to 23 paper. 1 mole apple എന്ന് വെച്ചാൽ എന്തായിരിക്കും? 6.022 into 23 number of apples. So 1 mole നമ്പർ ആണ് എന്താണ്? 6.022 into 10 raised to 23നെ ഡിനോട്ട് ചെയ്യുന്നു. മോളിക്കുലർ മാസ് ആൻഡ് ഗ്രാം മോളിക്കുലർ മാസ്. സോ നമ്മൾ ആറ്റംസിന്റെ കാര്യം കണ്ടു. ഇനി മോളിക്യൂൾസിന്റെ കാര്യം നോക്കാം.
In the free state, elements and compounds exist as molecules. Free state elements and compounds molecules ആയിട്ടാണ് exist ചെയ്യുന്നത്. Complete the table given below by finding out chemical formula and molecular mass. Hydrogen 1, oxygen 16, nitrogen 14. Hydrogen chemical formula H2 diatomic molecule ആണ്. So molecular mass will be 1 plus 1, 2. Oxygen diatomic molecule ആണ്. O2 ആയിട്ടാണ് exist ചെയ്യുന്നത്. So we get 16 plus 16 is equal to 32. Nitrogen N2 diatomic ആണ്. So 14 plus 14 we get 28. Then water H2O. രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും. രണ്ട് ഹൈഡ്രജൻ്റെ മാസ് 1 plus 1 2. ഓക്സിജൻ്റെ മാസ് 16. ടോട്ടൽ 18. അമോണിയ NH3. നൈട്രജൻ്റെ മാസ് 14 ആണ്. പ്ലസ് 3 we get 17. സോ മോളിക്കുലർ മാസുകൾ നമുക്ക് കിട്ടി. ആറ്റത്തിൻ്റെ മാസുകളുടെ സമ്മാണ് മോളിക്കുലർ മാസ്. Calculate the molecular mass of glucose and sulfuric acid. Atomic mass C12, H1, O16, S32. Carbon 12, hydrogen 1, oxygen 16 and sulfur 32. എങ്ങനെ ഗ്ലൂക്കോസിന് കാണും? ഗ്ലൂക്കോസ് will be C6H12 and O6 ആണ്. 6 കാർബൺ ആറ്റംസ് ഉണ്ട്. സോ കാർബൺ ആറ്റത്തിൻ്റെ മാസ് എന്താണ്? 12 ആണ്. 6 into 12 പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 12 ഉണ്ട്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്താണ്? 1 ആണ്. പ്ലസ് എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 6. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് 16 ആണ്. സോ വി ഗെറ്റ് 6 into 12 is equal to 72 plus 12 plus 6 into 16 is equal to 96. ടോട്ടൽ എത്രയാണ് കിട്ടുക? 180. മോളിക്കുലർ മാസ് will be 180. ഇതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ. ദെൻ what will be the molecular mass of sulfuric acid? sulfuric acid എന്താണ്? H2SO4 ആണ്. സിമിലർ ഫാഷനിൽ നോക്കുകയാണെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? 2 into 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. സോ 2 into 1 പ്ലസ് എത്ര സൾഫർ ആറ്റംസ് ഉണ്ട്? 1. സോ 1 into 32 or simply we can say 32 പ്ലസ് എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? 4 into ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് 16 ആണ്. 4 into 16. സോ വി ഗെറ്റ് ടോട്ടൽ എത്രയാണ്? 98. സോ 1 molecule of glucose 180 ആണ്. 1 molecule of sulfuric acid mass 98 ആണ്. The amount of an element in grams equal to its atomic mass is called gram atomic mass. നമ്മൾ കണ്ടു എലമെൻറ്റിൻ്റെ മാസ് ഗ്രാംസിൽ പറഞ്ഞാൽ gram atomic mass ആണ്. Likewise, the mass of in grams equal to the molecular mass of substance is called gram molecular mass. എന്താണ്? ഒരു മോളിക്യൂളിൻ്റെ മാസ് ഗ്രാംസിൽ പറഞ്ഞാൽ ഗ്രാം മോളിക്കുലർ മാസ്സായി. ആറ്റത്തിൻ്റെ മാസ് ഗ്രാംസിൽ പറയുന്ന പോലെ മോളിക്യൂളിൻ്റെ മാസ് ഗ്രാംസിൽ പറയുന്നു. So it will be gram molecular mass. So we can say മോളിക്യൂൾസിൻ്റെ മാസ് ഗ്രാമിൽ പറഞ്ഞാൽ 180 ആണ് മോളിക്കുലർ മാസ്. ഗ്രാംസിൽ പറഞ്ഞാൽ 180 ഗ്രാം ആയിരിക്കും. സൾഫ്യൂരിക് ആസിഡിൻ്റെ മാസ് 98 ആണ്. മോളിക്കുലർ മാസിൽ പറഞ്ഞാൽ 98 ഗ്രാം. Then number of molecules. What is the relation between the mass of elements and compounds and the number of molecules present in them? Analyze the table given below and complete the table. Element hydrogen molecular mass is 2. 2 ഹൈഡ്രജൻ ആറ്റമാണ്. 1 plus 1 2. Mass in grams is 2 gram. എത്ര GMM ഉണ്ടാവും? 1 GMM. Number of molecules will be 6.022 into 10 raised to 23 ഹൈഡ്രജൻ molecules ആണ്. എത്ര ആറ്റംസ് ഉണ്ടാവും? 2 into 6.022 into 10 raised to 23 or 2 into Avogadro number. Oxygen molecular mass 32 ആണ്. 16 plus 16 32 ആണ്. Mass in gram 32. So എത്ര GMM ഉണ്ട്? ഗ്രാം മോളിക്കുലർ മാസ് എത്ര ഉണ്ട്? 1 GMM. നമ്പർ ഓഫ് മോളിക്യൂൾസ് വിൽ ബി 6.022 into 10 raised to 23 ഓക്സിജൻ മോളിക്യൂൾസ്. ദെൻ നൈട്രജൻ മോളിക്കുലർ മാസ് ഈസ് 28. മാസ് ഇൻ ഗ്രാംസ് ഈസ് 28 ഗ്രാം. ദെൻ എത്ര GMM ഉണ്ടാവും? 1 GMM. ദെൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിൽ ബി സെയിം ആണ്. 6.022 into 10 raised to 23. വാട്ടർ മോളിക്കുലർ മാസ് ഈസ് 18. Mass in grams 18 grams. Number of GMM 1 ആണ്. Number of water molecules 6.022 into 10 raised to 23 molecules ഉണ്ടാവും. Ammonia NH3 molecular mass is 17 and mass in grams is 17 grams. എത്ര GMM ഉണ്ടാവും? 1 GMM. Number of molecules 6.022 into 10 raised to 23. What is the molecular mass of oxygen? Oxygen molecular mass എത്രയാണ്? It is 32. ഓക്സിജൻ മോളിക്യൂളിൻ്റെ മാസ്സാണ്.
How many GMM is present in 32 gram oxygen? എത്ര GMM ഉണ്ട്? 1. How many molecules are present? 6.022 into 10 raised to 23 molecules ഉണ്ട്. അത്രയും molecules ആണുള്ളത്. ഓക്സിജൻ molecules ആണുള്ളത്. How many GMM is present in 28 gram nitrogen? എത്ര GMM ഉണ്ട് 28 gram nitrogenൽ? 1 GMM. How many molecules? 6.022 into 10 raised to 23 or Avogadro number. How many GMM is present in 18 gram water? എത്ര GMM ഉണ്ട്? 1. How many molecules are present in it? എത്ര molecules ഉണ്ട്? Avogadro number. So what do you mean by 1 GMM? എന്താണ് 1 GMM? 1 GMM means it is the mass of Avogadro number of molecules. Avogadro number of molecules in the mass ആണ് 1 GMM. What is the relation between 1 gram molecular mass and the number of molecules present in it? എന്താണ് 1 gram molecular mass and number of molecules? 1 gram molecular massൽ എത്ര molecules ഉണ്ട്? 6.022 into 10 raised to 23 molecules ഉണ്ട്. So the amount of a substance in grams equal to its molecular mass is called gram molecular mass or GMM. 1 gram molecular mass of any substance contain Avogadro number of molecules. 1 gram molecular mass of any substance, ഏത് വാട്ടർ മോളിക്യൂൾ ആയിക്കോട്ടെ, ഷുഗർ മോളിക്യൂൾ ആയിക്കോട്ടെ, ഗ്ലൂക്കോസ് ആയിക്കോട്ടെ, ഏത് മോളിക്യൂൾ ആയിക്കോട്ടെ, 1 GMM എന്ന് വെച്ചാൽ അതിനകത്ത് Avogadro number അല്ലെങ്കിൽ 6.022 into 10 raised to 23 molecules ഉണ്ടാവും. 1 GMM oxygen is 32 gram oxygen is in it. This contains 6.022 into 10 raised to 23 oxygen molecules. How many GMM are there in 64 gram oxygen? How many molecules are present in it? So കണ്ടുപിടിക്കാൻ 64 gram ആണ് given mass. gram atomic mass ചെയ്തപ്പോൾ എന്താണ്? mass in given mass divided by 1 GAM ആയിരുന്നു. gram molecular mass എന്തായിരിക്കും? mass in given by 1 GMM ആയിരിക്കും. So we get 2 GMM. 64 divided by 32, 2 GMM. This contains 2 into 6.02 10 raised to 23 molecules. Calculate the number of GMM present in 96 gram oxygen. 96 gram oxygen. Given mass എത്രയാണ്? 96 ആണ്. Molecular mass എത്രയാണ്? Atomic mass 16 ആണ്. Molecular mass 32 ആണ്. So എത്ര ഉണ്ടാവും? We get 3 GMM. 3 GMM oxygen. എത്ര molecules ഉണ്ടാവും? 3 into Avogadro number or 3 into 6.022 into 10 raised to 23. എത്ര ആറ്റംസ് ഉണ്ടാവും? ഒരു മോളിക്യൂൾ ഓക്സിജനിൽ 2 ആറ്റംസ് ഉണ്ട്. സോ ഇത്രയും നമ്പറിൽ എത്ര ഉണ്ടാവും? 2 into ഈ നമ്പറിൽ 2 into 3 into Avogadro number of atoms ഉണ്ടാവും. It contains 2 into 3 into 6 Avogadro number of atoms or 6 into Avogadro number of atoms ഉണ്ടാവും. Number of gram molecular mass is given mass in grams divided by gram molecular mass or GMM. How many GMM are present in each of the given samples? Calculate the number of molecules present in it. 360 gram glucose. Molecular mass is given as 180. So given mass is 360 divided by 180. We get 2 GMM. Number of molecules എത്രയാണ്? 2 into 6.022 into 10 raised to 23. 90 gram water. Molecular mass is 18. So given mass is 90. 1 GMM is 18. എത്രയായിരിക്കും കിട്ടുക? We get 5 GMM or എത്ര number of molecules ഉണ്ടാവും? 5 into Avogadro number or 5 into 6.022 into 10 raised to 23 molecules. 1 mole molecule. 1 mole atom കണ്ടു. What is 1 mole molecule? How do you familiarize the word mole? എന്താണ് mole? Mole is the unit to denote the amount of substance which contain 6.022 into 10 raised to 23 particles. എന്താണ്? ഒരു ഇത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണെന്ത് മോൾ എന്ന് പറയുക. എത്രയാണ്? 6.022 into 10 raised to 23 particles. How many molecules of water are present in 1 mole of water? എത്ര molecules ഉണ്ടാവും? It will be 6.022 into 10 raised to 23 particles ഉണ്ടാവും. What is its mass? എത്രയാണ് അതിൻ്റെ മാസ്? 18. How many GMM is present in it? 18 ഗ്രാമിൽ എത്ര GMM ഉണ്ട്? It will be 1 GMM. 6.022 into 10 raised to 23 molecules are called 1 mole molecule. 1 GMM is equal to 1 mole ആണ്. Then that means 6.022 into 10 raised to 23 molecules. ഈ റിലേഷൻ പഠിക്കുക. 1 GMM is equal to 1 mole ആണ്.
That will be equal to 6.02 to 10 raised to 23 number of molecules. Nitrogen is a diatomic molecule. The molecular mass of nitrogen is 28. Look at the word diagram given below. 28 gram nitrogen. 2 GAM nitrogen. ഇവിടെ atomic ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? GAM ആണ്. ഗ്രാം അറ്റോമിക് മാസ് ആണ് തന്നിരിക്കുന്നത്. ഗ്രാം അറ്റോമിക് മാസ് നമ്മൾ നോക്കിയാൽ 2 GAM ആണ്. എത്രയാണ് മാസ്? 28 divided by 14 ആണ്. It will be 2 GAM. എത്ര ആറ്റംസ് ഉണ്ട്? 2 into 6.02 into 10 raised to 23 ആറ്റംസ് ആണ്. Then what is the number? എത്ര മോൾ ആണ്? 2 മോൾ നൈട്രജൻ ആറ്റംസ്. മോളിന്റെ ഷോർട്ട് ഫോം ആണ് MOL. Then 28 gram നൈട്രജൻ എത്ര GMM ആണ്? മോളിക്യൂളിന്റെ കാര്യം നോക്കിയാൽ എത്രയാണ്? 1 GMM ആണ്. മോളിക്യൂൾ 28 divided by 28 we get 1 GMM. എത്ര number of molecules ഉണ്ട്? 6.02 into 10 raised to 23 molecules ഉണ്ട്. ഇത്ര മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ട്? 2 into 6.02 into 10 raised to 23 ആറ്റംസ് ആണ്. Then എത്ര മോൾ മോളിക്യൂൾ ഉണ്ട്? 1 മോൾ നൈട്രജൻ മോളിക്യൂൾസ്. സോ മോളും GAMഉം GMMഉം തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടി. എന്താണ്? ഡയറ്റോമിക്കും ആ മോളിക്യൂൾസിൻ്റെ നമ്പർ കണ്ടുപിടിക്കുക, ആറ്റംസിൻ്റെ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. റിലേഷൻ ബിറ്റ്വീൻ വോളിയം ഓഫ് എ ഗ്യാസ് ആൻഡ് മോൾസ്. സോ നമുക്ക് സോളിഡ്സിൻ്റെ ആണെങ്കിൽ മാസ് എടുക്കായിരുന്നു, ഗ്യാസിനാണെങ്കിൽ നമ്മൾ വോളിയമാണ് പറയുന്നത്. വോളിയം ആൻഡ് മോൾസ് ആണ്. We know properties of gases are different from solids and liquids. In gases, molecules are very distant apart. Compared to the size of molecules, the distance between them is much greater. In case of gases, at a given pressure and temperature, the volume of a gas depends upon number of molecules, not on the type and size of molecules. എന്താണ് അവഗാഡ്രോസ് ലോയുടെ ബേസിൽ the volume of a gas depends upon the number of molecules. So whatever gas may it be at the same conditions of pressure and temperature, if the number of molecules are same, their volumes also the same, isn't it? 1 mole of any gas under same conditions of temperature and pressure will contain same number of molecules and hence their volumes will also be same. This is called മോളാർ വോളിയം ഓഫ് ഗ്യാസ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നത് നിങ്ങൾ ഏത് ഗ്യാസ് എടുത്തോളൂ, ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഹീലിയം ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, ഏത് ഗ്യാസ് ആയാലും അണ്ടർ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, എന്താണ് ഒരേ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ വരികയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഹൈഡ്രജൻ, നമ്മൾ എടുത്തിരിക്കുന്ന ഹീലിയം, ഏത് ഗ്യാസ് ആയിക്കോട്ടെ, അതിൻ്റെ നമ്പർ നമ്മളൊരു നിശ്ചിത നമ്പർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും വോളിയം സെയിം ആയിരിക്കും. ഈ വോളിയത്തിനെയാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്നത്. But what about if there are changes in temperature and pressure? ടെമ്പറേച്ചറും പ്രഷറും ചേഞ്ച് ചെയ്താൽ നമുക്കറിയാം വോളിയം ചേഞ്ച് ചെയ്യും അല്ലേ? ബോയിൽസ് ലോയും ചാൾസ് ലോയും കണ്ടു. While analyzing the gas laws, we understand that if there are changes in pressure and temperature, the volumes is also changed. Scientists experimentally proved that volume of 6.022 into 10 raised to 23 molecules or 1 mole of any gas at 273 Kelvin. 273 Kelvin means 0 degrees Celsius and 1 atmospheric pressure occupies 22.4 liter. 1 atmospheric pressure is the pressure at sea level ആണ്. occupies 22.4 liter. ഏത് ഗ്യാസ് ആയിക്കോട്ടെ, ഏത് ഗ്യാസ് മോളിക്യൂൾസ് ആയിക്കോട്ടെ, 1 മോൾ, അതായത് 6.02 into 10 raised to 23 മോളിക്യൂൾസ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിലും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും അവർ ഒക്യുപ്പൈ ചെയ്യുന്നത് 22.4 ലിറ്റർ ആയിക്കോട്ടെ. 22.4 ലിറ്റർ വോളിയത്തിലായിരിക്കും. ഹൈഡ്രജൻ, ഹീലിയോ, നിയോണോ, ഏത് ഗ്യാസ് ആയിക്കോട്ടെ അവരെല്ലാവരും ഒരേ വോളിയത്തിലേക്കാണ് വരിക. 273 Kelvin temperature and 1 atmospheric pressure are known as standard temperature and pressure or STP. സോ ഇതിനെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എടുത്തു. ലോകത്തിൻ്റെ പല ഭാഗത്ത് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുമ്പോൾ പലർക്കും പല റിസൾട്ടാണ് കിട്ടുക. കാരണം പല സ്ഥലത്തും പല ടെമ്പറേച്ചറും പല പ്രഷറാണ്, ആൾട്ടിറ്റ്യൂഡ് മാറുന്നുണ്ടാവും. സോ എല്ലാവർക്കും ഒരേ വാല്യൂസും ഒരേ എക്സ്പെരിമെൻ്റൽ എഫക്റ്റുകളും കിട്ടണമെങ്കിൽ എന്താണ് ഒരേ കണ്ടീഷനിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിരിക്കണം. സോ അവർക്ക് എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ഓർ 273 Kelvin ആൻഡ് 1 atmospheric pressure. ഇതാണ് നമ്മൾ STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. That is, at STP, 1 mole of any gas will occupy a volume of 22.4 liter. This is called molar volume at STP. എന്താണ് മോളാർ വോളിയം? At STP, 1 mole of any gas occupy a volume of 22.4 liter. This is called molar volume at STP.
എക്സാമ്പിൾസ് നോക്കാം. 1 mole of hydrogen at STP 22.4 liter. 1 mole of nitrogen at STP 22.4 liter. 1 mole of CO2 at STP 22.4 liter. പക്ഷേ എണ്ണമാണ് വോളിയമാണ് സെയിം, ഇവരുടെ മാസ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. 1 mole of hydrogen എന്തായിരിക്കും മാസ് ഉണ്ടാകുക? 2 gram ആണ്. 1 mole of nitrogen എന്താണ് മാസ് ഉണ്ടാകുക? 28 gram ആണ്. സോ മാസ് ഡിഫറൻ്റ് ആണ്. 22.4 liter of a gas at STP is equal to 1 mole. Then what will be 44.8 liter of gas at STP? 44.8 divided by 22.4, we get 2 mole. So mass അല്ല, വോളിയമാണ്, ലിറ്ററിലാണ് എടുക്കുന്നത്. 224 liter of gas at STP എന്തായിരിക്കും നമ്പർ ഓഫ് മോൾസ്? 224 divided by 22.4, we get 10 moles. Number of moles of gases at STP is given by volume in liter at STP divided by 22.4. അപ്പോൾ നമ്മൾ 3 ഇക്വേഷൻസ് കണ്ടു. നമ്പർ ഓഫ് GAM, നമ്പർ ഓഫ് GMM, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് അറ്റ് STP. എന്താണ് 3 ഇക്വേഷൻസ് നമ്മൾ കണ്ടു. Then complete the flow chart given below related to 1 mole of substance. 1 mole of substanceനെ ബേസ് ചെയ്തിട്ട് ഈ ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമ്പർ എത്രയായിരിക്കും? 1 mole of any substance 6.02 × 10⁻23 ആണ്. Then 1 mole ഇതിൻ്റെ മാസ്, ആറ്റംസ്, മാസ് ആറ്റംസിനെ വെച്ച് പറയുകയാണെങ്കിൽ എന്താണ്? 1 GAM അല്ലെ, ഗ്രാം അറ്റോമിക് മാസ് ആണ്. 1 mole ഓഫ് എനി ആറ്റംസിൻ്റെ മാസ് എന്താണ്? 1 GAM ആണ്. 1 mole ഓഫ് എനി മോളിക്യൂൾസിൻ്റെ മാസ് എന്താണ്? 1 GMM ആണ്, ഓർ ഗ്രാം മോളിക്കുലാർ മാസ്. Then 1 mole of any gas at STP വോളിയം എന്തായിരിക്കും? 22.4 ലിറ്റർ. ഇതാണ് 1 mole ഓഫ് സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടീസ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസാണ് പഠിച്ചത്. ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസ്, ഗ്യാസ് ലോസ്, പിന്നെ മോളിക്യൂൾസിനെ കൗണ്ട് ചെയ്യുന്ന മോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. സോ GAM, GMM ആൻഡ് മോളാർ വോളിയം കണ്ടു. സോ ഈ ചാപ്റ്ററിൽ ഇതാണ് ഉള്ളത്. ലെറ്റസസ് കംപ്ലീറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലെറ്റസസും എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസുമാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ കാണുന്നത്.